കോഴിക്കോട് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ നിന്നും അത്തരത്തിൽ ഒരു ചികിത്സാ പിഴവിന്റെ പരാതി വരുന്നുണ്ട്. കുപ്പിച്ചില്ല് കൊണ്ട് കൈമുറിഞ്ഞതിന് ചികിത്സ തേടിയ 10 വയസ്സുകാരന്റെ വിരലിന്റെ ചലനശേഷി നഷ്ടമായി എന്നുള്ള പരാതിയാണ്. ഉള്ളേരി കണ്ണൂർ സ്വദേശി സനൽരാജിന്റെ മകൻ അർണവിന്റെ ഇടത് കൈവിരലിന്റെ ചലനശേഷിയാണ് നഷ്ടപ്പെട്ടത്. കുപ്പിച്ചില്ല് തട്ടി മുറിവേറ്റതിനെ തുടർന്നാണ് അർണവിനെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിക്കുന്നത്. ഫെബ്രുവരി 15-നാണ് ഫസ്റ്റ് മോൻ്റെ കൈ മുറിഞ്ഞിട്ട് ചെറിയ മുറി പറ്റിയിട്ട് ഞങ്ങൾ കൊയിലാണ്ടി എത്തുന്നത്. കൊയിലാണ്ടി എത്തി അവർ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി. അപ്പോൾ ഉള്ളിൽ ചില്ലുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തിയതിനു ശേഷം ഡോക്ടർ തുന്നിക്കഴിഞ്ഞ് വീട്ടിലേക്ക് പറഞ്ഞേക്കുന്നതിന് തന്നെ പറഞ്ഞു വിരൽ ഇളക്കരുത്, അനക്കാണ്ട് വെക്കണം, തുന്നി വിട്ടുപോകും എന്നുള്ള രീതിയിൽ. അപ്പം മടക്ക് ദിവസം മരുന്നൊന്നൊക്കെ ഒന്നരാടെ മരുന്ന് വെച്ച് കെട്ടും. കഴിഞ്ഞ് 1.5 മാസം ഏകദേശം 1 മാസം കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടിയുടെ വിരലിന് ചലനമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവനായതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പ്രത്യേകം പറഞ്ഞതുമില്ല. പിന്നെ വേദന ഉള്ളിൽ ഓൾറെഡി ഉണ്ട്, അത് പിന്നെ മാറാത്ത വിഷയം കൊണ്ടായിരിക്കും എന്നുള്ളൊരു കണ്ടീഷനിൽ ഞങ്ങൾ നിന്നു. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഇവനെ കണ്ടു നോക്കുന്ന നേരം ഇവൻ്റെ വിരലിങ്ങനെ ആട്ടിക്കളിക്കാണ്. വിരലിന് ഫ്രീ ആയിട്ടാണ് വിരലുള്ളത്. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ഡോക്ടറെ കാണിച്ചാലും അവർ പറഞ്ഞു എന്ത് കഴിഞ്ഞാൽ ഇത് ഉള്ളിൽ ചിലപ്പോൾ വലിയ കാര്യങ്ങൾ പൊട്ടാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത്. അപ്പം അവരെ വീണ്ടും കോഴിക്കോടേക്ക് തന്നെ ഞങ്ങൾ റെഫർ ചെയ്ത് തന്നു. കോഴിക്കോട് OPP കാണിച്ചു. ഡോക്ടർ പറഞ്ഞു പിന്നെ ഇതിൻ്റെ ചലനവള്ളി പൊട്ടിയതാണ്, അതിനെ സർജറി ചെയ്ത് ക്ലിയർ ആക്കാൻ കഴിയുള്ളൂ, ഒന്നും ചെയ്യാൻ കഴിയില്ല പറയും. വിരലിന് മടങ്ങാത്ത ഒരു വിഷയമുള്ളത് കൊണ്ട് സർജറി ചെയ്യാൻ കഴിയില്ല, മടങ്ങിക്കിട്ടണം സർജറി ചെയ്യണമെങ്കിൽ എന്നും ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അതിന് ഫിസിയോതെറാപ്പി ചെയ്തതിന് ശേഷമേ വിരലിനൊന്ന് മടക്കി ക്ലിയർ ചെയ്യണം. അപ്പോൾ 1.5 മാസത്തോളം ഫിസിയോതെറാപ്പി ചെയ്ത് വിരലിന് ഏകദേശം മടക്കി ചെറിയ തോതിൽ കൊണ്ടുവന്ന് പിന്നെ അത് വീണ്ടും സർജറിക്ക് കൊണ്ടുപോയി ജൂൺ 11-ാം തീയതി സർജറി ചെയ്തു. 38ഓളം സ്റ്റിച്ചുകളാണ് പിന്നെ കയ്യിൻ്റെ വിരൽ ഉള്ളത്. കാരണം വിരലിൻ്റെ അറ്റം മുതൽ മുട്ട് വരെ ഒരു കീറിയിട്ടാണ് ഈ വലിഞ്ഞു പോയ വള്ളീനെ പിന്നെ കിട്ടുന്നത്. അവിടുത്തെ ഡോക്ടർ ആദ്യം ഈ മുറിവ് മാത്രമേ നോക്കിയുള്ളൂ. ഉള്ളിലേക്കുള്ള സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും പോലും ശ്രദ്ധിച്ചില്ല. കാരണം കൊയിലാണ്ടിക്കാരെന്താന്ന് പറഞ്ഞാൽ സ്വതവേ തൊട്ടേനെല്ലാത്തിനോ കോഴിക്കോടേക്ക് പറഞ്ഞയക്കുന്നത്. ഇതിനോ അവർ ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നേരെ ഒന്ന് ഉള്ളിൽ എന്തായാലും സ്കാനിങ്ങോ കാര്യങ്ങളോ എന്തായാലും നമ്മൾ ചെയ്ത് നോക്കും. അവരൊന്നും പറഞ്ഞതുമില്ല. അവർ നേരത്തെ ശ്രദ്ധിക്കാണ്ട് മേലെ തുന്നുകയും ചെയ്ത് ജൂൺ മാസം സ്കൂൾ തുറന്നെങ്കിലും ആകെ 4-5 ദിവസം മാത്രമേ മോൻ സ്കൂളിൽ പോയിട്ടുള്ളൂ. പിന്നീട് സ്കൂൾ പോകാൻ പറ്റില്ല. ഇനി ഒരു 1.5-2 മാസത്തേക്ക് സ്കൂൾ പോകാൻ പറ്റൂല. മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നില്ല, അതിലെന്തെങ്കിലും മറുപടി കിട്ടിയോ? ആരോഗ്യ വകുപ്പ് മന്ത്രിൻ്റെ പരാതി ഇന്നലെ കൊടുത്തു കഴിഞ്ഞു. പിന്നെ DMOൻ്റെ അത് ആദ്യമായി DMOയ്ക്കാണ് കൊടുത്തത്. കുറച്ച് ദിവസം DMOൻ്റെ ആരുടെ ഭാഗത്തുനിന്ന് മറുപടി എന്നുള്ള രീതിയിൽ ആർക്കും വന്നിക്കില്ല. കൊയിലാണ്ടി സൂപ്രണ്ടിന് ഉൾപ്പെടെ കൊടുത്തു. സാധാരണ നിലയിലേക്ക് വിരലെത്താൻ എത്ര സമയം എടുക്കുന്ന ഡോക്ടർമാർ പറഞ്ഞു? 1.5 മാസം കൂടിയും കഴിഞ്ഞതിന് ശേഷമേ ഉള്ളൂ. വീണ്ടും പോയി ഹോസ്പിറ്റലിൽ കാണിച്ചതിന് ശേഷം ഫിസിയോതെറാപ്പി ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം എന്നാണ് പറയുന്നത്. അവർക്ക് പൂർണ്ണമായ ഉറപ്പ് പറയാൻ കഴിയുന്നില്ല. അവൻ്റെ കയ്യിൽ എങ്ങനെ കുപ്പിച്ചില്ല് കൊള്ളുന്നത്? കളിച്ചുകൊണ്ടിരിക്കുന്ന ഗ്ലാസ്സിലെ വെള്ളം താഴെ പറഞ്ഞു വീണാരോ അതിൻ്റെ അകത്ത് സ്ലിപ്പായി താഴെ കുത്തിപ്പോയതാണ് കൈ. ഏതായാലും ഈ പരാതി നൽകി അതിൽ നടപടി കാത്ത് നിൽക്കുകയാണ് കുടുംബം. ഒപ്പം തന്നെയാണ് ഈ അധ്യയന വർഷം ആരംഭിച്ചതിന് ശേഷം ആകെ 2-3 ദിവസം മാത്രമേ അർണവിന് സ്കൂളിൽ പോകാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നതുകൂടിയാണ് അവസ്ഥ. കൈ വിരലൊന്ന് സാധാരണ നിലയിലേക്ക് എത്താൻ കുറച്ചധികം കാലം വേണ്ടിവരുമെന്നാണ് ഡോക്ടർമാർ അറിയിക്കുകയും ചെയ്തത്. ക്യാമറാമാൻ വേണുവിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.